ഹലോ അസ്സാം വലൈക്കും. പ്രിയപ്പെട്ട SLC അറബിക് ക്രിസ്മസ് പരീക്ഷ എഴുതാൻ പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് കൊല്ലം മാറിയതാണല്ലോ. സോ പല കുട്ടികളും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്, സാർ ഏതൊക്കെ ഭാഗങ്ങളാണ് ക്വസ്റ്റ്യൻസ് വരിക, എന്തൊക്കെയായിരിക്കും ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് ഒരുപാട് മെസ്സേജ് അയക്കുകയാണ്. സോ ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഈ ക്രിസ്മസ് പരീക്ഷയിൽ നിങ്ങളുടെ അറബിക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ വളരെ സാധ്യതയുള്ള ചില ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. ഒന്ന്, നിങ്ങൾക്ക് എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്ക് ഒരാളെ കുറിച്ചിട്ട് ഒരു ബയോഡാറ്റ പോലെ ഒരു ഇസ്തിമാറ നിങ്ങൾക്ക് തരും. ഓക്കെ, എന്നിട്ട് ഈ ഇസ്തിമാറ അല്ലെങ്കിൽ ഈ ബയോഡാറ്റ നിങ്ങൾ കൃത്യമായി കൊണ്ട് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ഒരു പ്രൊഫൈല്, ഒരാളെ കുറിച്ചുള്ള ജീവചരിത്രം തയ്യാറാക്കാനുള്ള ക്വസ്റ്റ്യന് എന്തായാലും നിങ്ങൾക്ക് വരാൻ വളരെ സാധ്യത ഉണ്ട്. ഒന്നെങ്കിൽ ജീവചരിത്രം തയ്യാറാക്കാനുണ്ടാവും, പ്രൊഫൈലായിരിക്കും, തർജ്ജമത്തിൽ ഹയാത്തായിരിക്കും, അതല്ലെങ്കിൽ ബയോഡാറ്റ ആയിരിക്കും. കൂടുതൽ സാധ്യത ഉള്ളത് നിങ്ങൾക്ക് ഒരു പ്രൊഫൈൽ വരാനാണ്, തർജ്ജമത്തിൽ ഹയാത്ത് വരാനാണ്. മാത്രമല്ല അടുത്തൊരു ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ഒരു കവിതയുടെ ലൈന് തന്നിട്ട് അതിൻ്റെ താഴെ കൊടുത്ത ഏത് ലൈൻ അതിൻ്റെ ആശയവുമായിട്ടാണ് അത് മാച്ച് ചെയ്യണമെന്നുള്ള കണ്ടെത്താനുള്ള ചോദ്യം ഉണ്ടാവും. അതേപോലെ തന്നെ സാധാരണ വരുന്ന നമുക്ക് ഒരു പാരഗ്രാഫ് തരുന്നു, അതിന് ബേസ് ചെയ്തുകൊണ്ട് താഴെ 3, 4, 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിന് ആൻസർ കണ്ടെത്താനുള്ള ചോദ്യവും ഇത്തവണ നിങ്ങൾക്ക് എന്തായാലും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. മറ്റൊന്ന് നമുക്കറിയാം, മുലാഫിലൈ വെച്ചുകൊണ്ട് നിങ്ങൾ പഠിച്ചതാണ് ഗ്രാമർ ക്വസ്റ്റ്യന്. സോ പിന്നെ ആ ഗ്രാമറിന് ബേസ് ചെയ്തുകൊണ്ട് മുലാഫിലിൻ്റെ ബേസിന് എന്തായാലും ഒരു ചോദ്യം നിങ്ങൾക്ക് ഈ തവണത്തെ പരീക്ഷയിൽ പ്രതീക്ഷിക്കാം. മറ്റൊന്ന് നമുക്കറിയാം, നിങ്ങൾ ഫൊഇലിൻ്റെ മുഖാത്തബായിട്ടുള്ളത് മുത്തക്കല്ലിയുമായിട്ടുള്ള രൂപങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു, മാളിയുടെയും മുലാരിയുടെയും പഠിച്ചിരുന്നു. അത് ബേസ് ചെയ്തുകൊണ്ട് അത് പൂരിപ്പിക്കാനോ ബോക്സ് ആക്കിയിട്ട് എഴുതാനുള്ള ഒരു ക്വസ്റ്റ്യൻ 100% ഷുവറായിട്ട് ഈ ഇതിൻ്റെ ബേസ് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾ ക്രിസ്മസ് പരീക്ഷയിൽ ഉണ്ടാവും. മറ്റൊന്ന്, നിങ്ങൾ ഈ ടേമിൽ പഠിച്ചതാണ് ഇസ്തിബിയാൻ തയ്യാറാക്കാൻ, ക്വസ്റ്റ്യനെയർ തയ്യാറാക്കാൻ വേണ്ടി പഠിച്ചിരുന്നു. ഓക്കെ, ഇൻ്റർവ്യൂവിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനുള്ള ക്വസ്റ്റ്യന് എന്തായാലും ഈ പരീക്ഷയിൽ നിങ്ങൾ അങ്ങനെ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. മറ്റൊന്ന്, ചിലപ്പോൾ നിങ്ങൾക്ക് തർജ്ജമത്തിലായ തന്നിട്ട് നിങ്ങൾ അതിൻ്റെ ഒരു ഇസ്തിമാർ അല്ലെങ്കിൽ ബയാൻ ശഖ്സിയെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അങ്ങനെയും ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന്, സാധാരണ വരുന്ന പോലെ തന്നെ നമുക്ക് പാരഗ്രാഫ് തരുന്നു, അതിന് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞു കഴിഞ്ഞല്ലോ അല്ലേ. യെസ്, ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിനെ എഡിറ്റ് ചെയ്യാനുള്ള, അതിനെ സ്ത്രീയെ പുരുഷനാക്കി മാറ്റാനൊക്കെ ആ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്തായാലും അതും വരാൻ സാധ്യതയുണ്ട്. ഈ ഏരിയകൾ നിർബന്ധമായിക്കൊണ്ടും നിങ്ങൾക്ക് ഇത്തവണത്തെ പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ള ഏരിയകളാണ്. സോ ഈ ഏരിയകൾ നന്നായിട്ട് പഠിച്ച് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുക. ഈ ഏരിയകളും ഇതല്ലാത്ത ടെക്സ്റ്റ് ബുക്കിൻ്റെ എല്ലാ ഭാഗത്തെയും എല്ലാ കാര്യങ്ങളും കൃത്യമായി പഠിപ്പിച്ച് എളുപ്പത്തിൽ എഴുതാനുള്ള ട്രിക്കുകളും ടിപ്പുകളൊക്കെ വിവരിക്കുന്ന എജുപോർട്ടിൻ്റെ അറബിക്കിൻ്റെ ലൈവ് വരാനിരിക്കുകയാണ്. നിങ്ങളെല്ലാ ആളുകളും ആ ലൈവിലേക്ക് ഫ്രണ്ട്സിനെ കൂട്ടി വളരെ നേരത്തെ തന്നെ എത്തുക. ഇതിന് മുമ്പ് എജുപോർട്ടിൻ്റെ അറബിക് ക്ലാസ് കണ്ടപ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ് നിങ്ങൾ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോക്ക് നിങ്ങൾ ലൈക്ക് നൽകിയിട്ട് നിങ്ങൾ മാക്സിമം എല്ലാ ഫ്രണ്ട്സിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ, ഇൻഷാല്ലാ നമുക്ക് എന്ത് ചെയ്യാം, ലൈവിൽ കാണാം കേട്ടോ. എല്ലാവരോടും ബൈ, അസ്സലാമു അലൈക്കും.